ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കൊന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്ത സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്ന നമുക്ക് സ്പെഷ്യലായിട്ടുള്ള രമ്പയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു 1/2 കിലോ ചിക്കനും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് വേവിച്ചിട്ട് ഇതിലേക്കൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി മെയിനായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി വീറ്റ് റവ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വീറ്റ് റവയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ വീറ്റ് റവയിലുള്ള ബിരിയാണി കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്.